മധ്യവേനൽ അവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വാഗമണിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്നു. വാഗമണിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത്. മെയ് ആദ്യവാരത്തിൽ ആരംഭിച്ച തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. സഞ്ചാരികളുടെ തിരക്ക് കൂടിയതോടെ മേഖലയിൽ ഗതാഗത കുരുക്കും അതിരൂക്ഷമായി. മധ്യവേനൽ അവധി ആരംഭിച്ചപ്പോൾ ഉണരാതെ മടിച്ചുനിന്ന തിരക്ക് അവധിക്കാലം അവസാനിക്കാറായപ്പോൾ കൊടുങ്കാറ്റായി മാറി. ഏപ്രിൽ മാസം കൊടും ചൂടായിരുന്നു. വാഗമണിലെ കാറ്റിന് പോലും ചൂടായതിനാൽ അവധിക്കാലത്തിന്റെ ആദ്യ നാളുകളിൽ സഞ്ചാരികൾ വരാൻ പഠിച്ചു. വേനൽ മഴ തുടർച്ചയായി പെയ്യാൻ ആരംഭിച്ചതോടെ വാഗമണിലെ തണുപ്പും കനത്ത കാറ്റും മഞ്ഞും തിരിച്ചെത്തി. ഇതോടെ മെയ് ആദ്യ ആഴ്ച മുതൽ വാഗമണിനെ തേടി സഞ്ചാരികൾ എത്തിത്തുടങ്ങി. ചെറുതായി തുടങ്ങിയ തിരക്ക് വർദ്ധിച്ച് മൂർധന്യ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. തിരക്കിൽ ഇപ്പോൾ വാഗമണിന് ശ്വാസം മുട്ടുകയാണ്. അവധി അവസാനിക്കാൻ ശേഷിക്കുന്നത് 4 ദിവസം മാത്രമാണ്. ഇപ്പോൾ വാഗമൺ ഉത്സവ ലഹരിയിലാണ്. തിരക്കില്ലാതായപ്പോൾ സഞ്ചാരികളെ പ്രതീക്ഷിച്ച് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത വ്യാപാരികളും ദുഃഖിതരായി. എന്നാൽ ഇപ്പോൾ അവരുടെ മനസ്സിലും സന്തോഷത്തിന്റെ പെരുമഴ പെയ്യുകയാണ്. പ്രകൃതിയുടെ തണുപ്പും മഞ്ഞും ആസ്വദിക്കാനും സാഹസിക വിനോദങ്ങളിൽ ഏർപ്പെടാനുമായാണ് സഞ്ചാരികൾ ഒഴുകിയെത്തുന്നത്. കത്തുന്ന സൂര്യന് കീഴിൽ ഒരൽപ്പം തണല് തേടിയാണ് സഞ്ചാരികൾ വാഗമണിലെത്തുന്നത്. കേരളത്തിലെ മറ്റ് ജില്ലകൾ ചുറ്റുപൊള്ളുമ്പോഴും വാഗമണിന്റെ പ്രഭാതങ്ങൾ മഞ്ഞിൽ കുളിക്കും. മഞ്ഞിനിടയിലൂടെ ഒരു യാത്ര, അഡ്വഞ്ചർ പാർക്കിലെ പുതുമയാർന്ന കാഴ്ചകൾ, ആകാശത്ത് കൂടി പറന്ന് വാഗമണിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന പാരാഗ്ലൈഡിംഗ് എന്നിങ്ങനെ സഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന സ്ഥലമാണ് വാഗമൺ. വാഗമണിന്റെ കുളിരിലണിയാൻ കൊതിക്കാത്തവർ ആരുമുണ്ടാകില്ല. വേനൽ അവധി തുടങ്ങിയതിന് ശേഷം നല്ല തിരക്കാണ്. പൊതുവെ പറഞ്ഞാൽ നല്ല തിരക്ക് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തേലും കൂടുതൽ തിരക്ക് ഈ പ്രാവശ്യം തന്നെയാണ്. കാരണം ഈ 2 ദിവസം മുന്നെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു, പ്രതീക്ഷിക്കാത്ത തിരക്കായിരുന്നു. സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ് വാഗമണിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് സഞ്ചാരികളെ വലയ്ക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരേപോലെയുള്ള ഗതാഗത കുരുക്കിൽ അമരുന്ന വാഗമൺ യാത്രക്കാരെയും വലയ്ക്കുകയാണ്. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിടപ്പുണ്ട്. പാർക്കിംഗ് ഏരിയ ഇവിടെ തന്നെ ഒരുപാട് നാൾ മുമ്പ് ഇതായിട്ടുണ്ടെന്ന് പറയുന്നു. ഇതുവരെ അതിൻ്റെ വർക്ക് ഒന്നും തുടങ്ങിയിട്ടില്ല. ഒരു പാർക്കിംഗ് ഏരിയ വരുവാണെങ്കിൽ ഈ വണ്ടി ഒന്നും ഇതുപോലെ വഴി കിടക്കാനോ അവർക്ക് പെറ്റിയും കിട്ടത്തില്ല. ഒരു കുഴപ്പമില്ലാതെ നന്നായിട്ട് ഒരുക്കും. ഇപ്പോൾ അപകടങ്ങളും വളരെ കൂടുതലല്ലേ. ഏക കാരണം എന്താ വെച്ചാൽ എത്രയും വേണം നമുക്കൊരു പാർക്കിംഗ് ഏരിയ ഇടുക എന്നുള്ളൂ. വാഗമണിലെയും പരിസര പ്രദേശങ്ങളിലെയും റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലുമെല്ലാം സഞ്ചാരികൾ നിറഞ്ഞു കവിഞ്ഞു. ഓഫ് റോഡ് ജീപ്പുകൾക്ക് ചാകരക്കാലം കൂടിയായി മാറി. ഇനിയുള്ള നാളുനാൾ സഞ്ചാരികളെ കൊണ്ട് വാഗമൺ ശാസ്ത്രമുണ്ട്. ദിനം പ്രതി സഞ്ചാരികളെ കൊണ്ട് നിറയുന്ന വാഗമണിന്റെ വികസനം മാത്രം ഇപ്പോഴും അകലെയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.